സുനിഷ, അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഈ ഇടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് മാറിയതാണോ, അതല്ല ആ സമയത്ത് ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നില്ലേ? അരുൺ, ആ സമയത്ത് ജീവനക്കാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതാ ഈ കാണുന്നത് ഈ ബസ് സ്റ്റാൻഡാണ്, അതായത് ഈ ഇരിക്കാനുള്ള ഇരിപ്പിടമാണ്. ഈ ബസ്സിലേക്ക് കാത്തിരിക്കുന്നവർക്കുള്ള കാത്തിരിപ്പ് കേന്ദ്രമാണ്. ഇതിലേക്കാണ് ഈ മതിലിടിഞ്ഞ് വീഴുന്നത് എന്നതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഈ ഇഷ്ടിക കൽമ്പികളൊക്കെ തന്നെയും ഇഷ്ടികയും ഒക്കെയും ഈ ബസ് സ്റ്റോപ്പിലേക്ക് വീണൊരു കാഴ്ച കൂടി കാണാൻ കഴിയും. ഇത് മറ്റൊരു കാഴ്ച കൂടിയാണ് ഇതിൻ്റെ. അതായത് ഇദ്ദേഹം രാവിലെ ജോലിക്ക് പോകാനായി ഇവിടെ ചപ്പാത്തിക്കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ രാവിലെ ഈ സൈക്കിൾ ഇവിടെ വെച്ച് പോയതാണ് എന്നതാണ് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ തന്നെ ഇതാ ഈ മതിൽ വീഴുന്നു. കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഈ ടയറൊക്കെ തന്നെയും ഏത് രീതിയിലാണ് ഇപ്പോൾ കേടുപാട് പറ്റിയിരിക്കുന്നത് എന്നത്. ചേട്ടാ, ഇത് എപ്പോൾ വെച്ചതാണ് ഇവിടെ? രാവിലെ ചേച്ചി 7 മണിക്ക് വെച്ച് 7 മണി പോയി വണ്ടിയിൽ പോയി. എപ്പോഴാണ് അറിഞ്ഞത് മതിൽ വീണിട്ടുണ്ടെന്ന് അറിഞ്ഞത്? മതിൽ വന്നിട്ട് ഞാൻ കണ്ടു. വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇപ്പൊ വന്ന പിന്നെ ഇവിടെ കണ്ട് ഈ പൊട്ടിച്ച മതിൽ. എപ്പോഴും ഇവിടെയാണോ സൈക്കിൾ വെക്കാറ്? രാവിലെ വെച്ചിട്ട് പോയില്ലേ? എല്ലാ ദിവസവും ഇവിടെയാണ് വെക്കാറ്? 4 ദിവസം ഇവിടെ അവിടെ ചപ്പാത്തി പാനിക്ക് പോയി അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് പോയതാണ്. പക്ഷേ ഇതാ ഈ പറഞ്ഞതുപോലെ ഈ മതിലിടിഞ്ഞ് വീഴുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇതുപോലെ ആയിരിക്കുകയാണ്. അരുൺ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 20 മീറ്ററോളം ഈ മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അരുൺ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഈ വേസ്റ്റ് കാണിക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത്, ഈ RMSലെ സ്റ്റേഷൻ മാസ്റ്ററുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റെയിൽവേയെ സമീപിച്ചിരുന്നു എന്നതാണ്. കൃത്യമായി കാണാൻ കഴിയും എല്ലാ വേസ്റ്റുകളും. ഒരുപക്ഷെ ഒരു മതിലിന്റെ മറയുണ്ട് എന്നതിന്റെ കാരണം കൊണ്ട് ആ ഭാഗത്തൊക്കെ തന്നെയും വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അങ്ങ് തൊട്ട് ഈ മതിലെ വീണ ആ ഇടം തൊട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അത്രയധികം മാലിന്യങ്ങൾ ഈ ഭാഗത്തുണ്ട് എന്നതാണ്. ഒരുപക്ഷെ ജോയി ഈ ആമയഞ്ചാൻ തൊട്ടിൽ വീണ സമയത്തടക്കം ഈ മാലിന്യ പ്രശ്നം വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ കൊച്ചുവേളിയിലും ഈ റെയിൽവേയുടെ മാലിന്യം തള്ളുന്നതുമായി ബന്ധപ്പെട്ടടക്കം ഈ നഗരസഭ വലിയ രീതിയിൽ നോട്ടീസ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ KSRTC സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഈ നേരത്തെയും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാലപ്പഴക്കമുണ്ട്, ഇത് ഏത് നിമിഷവും നിലംപതിക്കാം എന്ന പേടി ഇവർക്കുണ്ടായിരുന്നു എന്നതാണ്. ആ ഒരു പേടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അതിലൊന്നും തന്നെ ഒരു പരാതി കൊടുത്തിട്ടും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു അപകടം, വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം ഇവരുടെ ഓഫീസാണ് ഈ കാണുന്നത്. ആ ഓഫീസിന്റെ കസേര അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് കൂടി കാണേണ്ടിയിരിക്കുന്നു. കാരണം സ്ത്രീകളടക്കമുള്ള ഏകദേശം ഒരു 6-7 പേർ ഈ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിനകത്ത് ആ സമയം ഉണ്ടായിരുന്നു എന്നതാണ്. ഈ മതിലിടിഞ്ഞ് വീഴുന്ന സമയം അവർ ഒന്ന് മുന്നോട്ടേക്ക് നീങ്ങി എന്നുള്ളതാണ് സ്റ്റേഷൻ മാസ്റ്റർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒരുപക്ഷെ ഈ ഒരു കമ്പി ഉള്ളത് കൊണ്ട് മാത്രം ഒരുപക്ഷെ ഈ മതിലിടിഞ്ഞ് അകത്തേക്ക് വന്നില്ല എന്ന് വേണം പറയാൻ എന്നുള്ളത് തന്നെയാണ്. ഒരു വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് RPF അടക്കം ഈ സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാലിന്യം ഇതേ രീതിയിൽ തള്ളുന്നൊരു പ്രശ്നം അത് വലിയ പ്രശ്നം തന്നെയാണ്. അവിടെയുള്ള മാലിന്യ കൂമ്പാരം ഇപ്പോൾ ഇത്രയും ശ്രദ്ധയിൽപ്പെട്ടു അല്ലേ സുനീഷ? തീർച്ചയായിട്ടും അരുൺ, അത് തന്നെയാണ്. കാരണം മതിലുള്ളത് കൊണ്ട് ആർക്കും തന്നെ അതിനപ്പുറത്തൊരു മാലിന്യ കൂമ്പാരമാണോ എന്നത് കൃത്യമായി അറിയുമായിരുന്നില്ല എന്നത് തന്നെയാണ്. മതിൽ വീണപ്പോഴാണ് എത്രത്തോളം മാലിന്യങ്ങളാണ് ഈ ഭാഗത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്.